യൂറോപ്പിലെ രണ്ട് വൻ ശക്തികളായ ബ്രിട്ടനെയും ഫ്രാൻസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇംഗ്ലീഷ് ചാനൽ ടണൽ എന്ന വിസ്മയകരമായ നിർമ്മിതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഏകദേശം 200 വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനും പരാജയപ്പെട്ട നിരവധി ശ്രമങ്ങൾക്കും ശേഷമാണ് ഇത്തരമൊരു പദ്ധതി യാഥാർത്ഥ്യമായത്. കടലിനടിയിലൂടെ ഇത്രയും വലിയൊരു പാത നിർമ്മിക്കുക എന്നത് അക്കാലത്ത് ചിന്തിക്കാൻ പോലും പ്രയാസമുള്ള കാര്യമായിരുന്നു. 1980കളിൽ ബ്രിട്ടീഷ് ഫ്രഞ്ച് സർക്കാരുകൾ കൈകോർത്തതോടെയാണ് ഈ സ്വപ്ന പദ്ധതിക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. 2 പ്രധാന റെയിൽവേ തുരങ്കങ്ങളും അവയ്ക്ക് നടുവിലായി ഒരു സർവീസ് തുരങ്കവും ഉൾപ്പെടുന്ന രീതിയിലാണ് ഇതിന്റെ ഘടന വിഭാവനം ചെയ്തത്. ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളായിരുന്നു നിർമ്മാണ ഘട്ടത്തിൽ നേരിട്ട ഏറ്റവും വലിയ തടസ്സം. കടലിനടിയിലൂടെ പാറകളുടെ പ്രത്യേകതകൾ കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ തുരങ്കത്തിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറാൻ സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ചോക്മാൾ എന്നറിയപ്പെടുന്ന ജലം കടത്തിവിടാത്ത പാറപ്പാളികളിലൂടെയാണ് തുരങ്കം തുരന്ന് മുന്നോട്ടു പോയത്. ഈ ബൃഹത്തായ ദൗത്യത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കൂറ്റൻ ടണൽ ബോറിംഗ് മെഷീനുകളാണ് ഉപയോഗിച്ചത്. ഓരോ മെഷീനും ഒരു ചെറിയ ഫാക്ടറിയുടെ അത്രയും വലിപ്പമുണ്ടായിരുന്നു. ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഭാഗത്തു നിന്നു ഒരേ സമയം തുരങ്കം നിർമ്മിച്ചു തുടങ്ങി. നൂതനായ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ വളരെ കൃത്യതയോടെയാണ് ഇരുവശത്തു നിന്നുമുള്ള തൊഴിലാളികൾ മുന്നോട്ട് നീങ്ങിയത്. തുരങ്കം നിർമ്മിക്കുമ്പോൾ നീക്കം ചെയ്ത ടൺ കണക്കിന് മണ്ണും കല്ലും ഉപയോഗിച്ച് ബ്രിട്ടീഷ് തീരത്ത് പുതിയൊരു പ്രദേശം തന്നെ സൃഷ്ടിച്ചെടുത്തു എന്നത് മറ്റൊരു അതിശയകരമായ വസ്തുതയാണ്. നിർമ്മാണ വേളയിൽ അമിതമായ ചൂടും ഈർപ്പവും തൊഴിലാളികൾക്ക് വലിയൊരു വെല്ലുവിളി ഉയർത്തിയിരുന്നു. ഒടുവിൽ 1990 ഡിസംബർ 1 ചരിത്രപരമായ ആ നിമിഷം സംഭവിച്ചു. കടലിനടിയിൽ വെച്ച് ഒരു രാജ്യങ്ങളിൽ നിന്നുമുള്ള തൊഴിലാളികൾ പരസ്പരം കൈകൊടുത്തു. ലോകത്തെ ഏറ്റവും കൃത്യതയുള്ള എഞ്ചിനീയറിംഗ് നീക്കങ്ങളിൽ ഒന്നായിരുന്നു ഇത്. നിർമ്മാണം പൂർത്തിയായപ്പോൾ സുരക്ഷയ്ക്കായിരുന്നു ഏറ്റവും മുൻഗണന നൽകിയത്. തുരങ്കത്തിനുള്ളിലെ വായു സഞ്ചാരത്തിനും തീപിടുത്തം പോലുള്ള അപകടങ്ങൾ തടയുന്നതിനും അത്യാധുനിക സംവിധാനങ്ങൾ സജ്ജീകരിച്ചു. ഏത് അടിയന്തര സാഹചര്യത്തിലും യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ നടുവിലുള്ള സർവീസ് ടണൽ സഹായിക്കും. നിർമ്മാണ ചെലവ് പ്രതീക്ഷിച്ചതിലും ഇരട്ടിയായെങ്കിലും ഇന്ന് ലണ്ടനിൽ നിന്നും പാരീസിലേക്കും തിരിച്ചും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ യാത്ര ചെയ്യാൻ ഈ തുരങ്കം നമ്മെ സഹായിക്കുന്നു. വിമാനയാത്രയേക്കാൾ വേഗത്തിലും സൗകര്യപ്രദമായും കടലിനടിയിലുള്ള ഈ യാത്ര മാറിയിരിക്കുന്നു. മനുഷ്യന്റെ ഇച്ഛാശക്തിയും സാങ്കേതിക വിദ്യയും ഒന്നിച്ചാൽ പ്രകൃതിയുടെ തടസ്സങ്ങളെ പോലും മറികടക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇംഗ്ലീഷ് ചാനൽ ടണൽ. ഇന്ന് ഇത് കേവലം ഒരു ഗതാഗത മാർഗം മാത്രമല്ല, മറിച്ച് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ദൃഢമായ ബന്ധത്തിന്റെ അടയാളം കൂടിയാണ്. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.